പി.സി. ജോർജ് ബി.ജെ.പിയിൽ നിന്നും പുറത്തേക്കോ? പി.സി. ജോർജിനെതിരെ എന്തുണ്ടാകാമെന്ന് കാത്തിരുന്ന് കാണാമെന്നും ഭാഷയിൽ മിതത്വം പാലിക്കണമെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞതിന് പിന്നാലെ പി.സി. ജോർജ് ബി.ജെ.പിയിൽ നിന്നും വീണ്ടും ജനപക്ഷത്തേക്ക് തന്നെ എത്തുമോ, അതോ ബി.ജെ.പിയിൽ നിന്നും പി.സി. ജോർജ് പുറത്താകുമോ? ചോദ്യങ്ങൾ നിരവധി ഉയർന്നു കഴിഞ്ഞു. പി.സി. ജോർജ് ഭാഷയിൽ മിതത്വം പാലിക്കണമെന്നാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറഞ്ഞത്. പത്തനംതിട്ടയിലെ ബി.ജെ.പി സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിക്കെതിരെ പി.സി. ജോർജ് പരസ്യ പ്രതികരണം നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് സുരേന്ദ്രന്റെ പ്രതികരണം. ജോർജിനെതിരെ എന്തുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. ഭാഷയിൽ മിതത്വം പാലിക്കണമെന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. പാർട്ടി എല്ലാം മനസ്സിലാക്കുന്നു. അനിൽ ആന്റണി അറിയാത്ത ആരും കേരളത്തിലില്ല. മികച്ച സ്ഥാനാർത്ഥിയായ അദ്ദേഹം വിജയിക്കും. പൊതുപ്രവർത്തകർ സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കണം. എന്തെങ്കിലും ഫേസ്ബുക്കിലൂടെ പറയുന്നവർക്കെതിരെ നടപടിയുണ്ടാകും. പി.സി. ജോർജ് ഇപ്പോൾ വന്നല്ലേയുള്ളൂ. നിലവിൽ നടപടിയെടുത്തത് വർഷങ്ങളായി പാർട്ടിയിലുള്ളവർക്ക് നേരെയാണെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. 10 പേരെ നിർത്തി അനിൽ ആന്റണി ആരാണെന്ന് ചോദിച്ചാൽ ആർക്കും മനസ്സിലാവില്ലെന്നായിരുന്നു പി.സി. ജോർജിന്റെ പ്രതികരണം. അനിൽ ആന്റണിയെ ജനങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഗതികേട് തന്നെയാണ്. പാർട്ടി ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും പിന്തുണയ്ക്കും. വെള്ളാപ്പള്ളിയൊക്കെ ഇത്രയും പ്രായമുള്ള മനുഷ്യനാണ്. ഇന്ന് പറയുന്നത് അദ്ദേഹം നാളെ പറയില്ല, നാളെ പറയുന്നത് നാളത്തെ കഴിഞ്ഞ് പറയില്ല. അപ്പോൾ അങ്ങേരെയൊന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു ചേട്ടൻ നമ്മളോട് വൃത്തികേട് എന്തെങ്കിലും ചെയ്താൽ ക്ഷമിച്ചേക്കണം. അല്ലാതെ വെള്ളാപ്പള്ളിയോടൊന്നും മറുപടി പറയാൻ താനില്ല. എ.കെ. ആന്റണിയുടെ പിന്തുണ പോലും അനിലിന് ഇല്ലെന്നും പി.സി. ജോർജ് പറഞ്ഞിരുന്നു. ഏതായാലും സമ്മർദ്ദതന്ത്രം വേണ്ട. പി.സി. ജോർജിന് താക്കീതുമായി ബി.ജെ.പി കേന്ദ്ര നേതൃത്വം, അനുനയവുമായി അനിൽ ആന്റണി. പി.സി. ജോർജിന് താക്കീതുമായി ബി.ജെ.പി കേന്ദ്ര നേതൃത്വം തന്നെ രംഗത്ത് വന്നതോടെ ചോദ്യങ്ങൾ നിരവധിയാണ്. സമ്മർദ്ദതന്ത്രം വേണ്ടെന്നാണ് കേന്ദ്ര നേതൃത്വം പി.സി. ജോർജിന് താക്കീത് നൽകിയത്. അതേസമയം പി.സിയെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി അനിൽ ആന്റണി കളത്തിലെത്തിയിട്ടുണ്ട്. പി.സി. ജോർജിനെ നേരിട്ട് കണ്ട പ്രശ്നങ്ങൾ പരിഹരിക്കും, സംസാരിക്കുമെന്നാണ് ഇപ്പോൾ ബി.ജെ.പി നേതാവ് അനിൽ ആന്റണി പറയുന്നത്. ഇതിനിടെ പി.സി. ജോർജിനെതിരെ തുഷാർ വെള്ളാപ്പള്ളി ഡൽഹിയിലെത്തി ബി.ജെ.പി നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് സമ്മർദ്ദതന്ത്രങ്ങളും പരസ്യ വിമർശനങ്ങളും ആരും നടത്തരുത് എന്നായിരുന്നു നേതൃത്വത്തിന്റെ നിർദ്ദേശം. അതിനിടെയാണ് പത്തനംതിട്ട സീറ്റിനെ ചൊല്ലി പി.സി. ജോർജ് ഇടഞ്ഞത്. തന്നെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കാത്തത് കേരളത്തിലുടനീളം ബി.ജെ.പിക്ക് പ്രതിസന്ധിയാകുമെന്നായിരുന്നു പി.സി. ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത്. താൻ സ്ഥാനാർത്ഥിയായാൽ കേരളത്തിലുടനീളം ബി.ജെ.പിക്ക് ലഭിക്കാവുന്ന വോട്ടുകളെയാണ് തീരുമാനം ബാധിച്ചിരിക്കുന്നതെന്നും പി.സി. ജോർജ് പറഞ്ഞിരുന്നു. തന്റെ ബി.ജെ.പി പ്രവേശനത്തിലൂടെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് ഒരു ഒഴുക്കുണ്ടാകാൻ സാധിച്ചിരുന്നു. അത് വേറൊരാൾക്കും കഴിഞ്ഞിട്ടില്ല. പത്തനംതിട്ട സീറ്റിൽ പി.സി. ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് അവരെല്ലാവരും വിചാരിച്ചിരുന്നത്. കാസ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ സംഘടനകൾ മുഴുവനും കൂടാതെ ബിഷപ്പുമാരും പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ചാൽ മറ്റു മണ്ഡലങ്ങളിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാമെന്ന തീരുമാനമെടുത്തിരുന്നു. അതെല്ലാം തകിടം പറഞ്ഞു. അത് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. തനിക്ക് അനുകൂലമായി എൻ.എസ്.എസും ശക്തമായ നിലപാടെടുത്തു. അതിനും ഇപ്പോൾ മാറ്റം വരാം. പത്തനംതിട്ട മാത്രമല്ല, കേരളത്തിലുടനീളം ഈ പ്രശ്നം വരാം. പത്തനംതിട്ടയിൽ ഓടി നടന്ന് പരിഹരിക്കാമായിരുന്നു. കേരളം മുഴുവൻ ഈ പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വരട്ടെ, വരുമ്പോലെ കാണാമെന്നാണ് പി.സി. ജോർജ് പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കഴിഞ്ഞ ദിവസം ബി.ജെ.പി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയാണ് പ്രഖ്യാപിച്ചത്. അനിൽ ആന്റണി തന്റെ ഒപ്പം ഇരുന്നിട്ടും സ്ഥാനാർത്ഥിയാകുന്ന കാര്യം തന്നോട് പറഞ്ഞില്ലെന്നും പി.സി. ജോർജ് പറഞ്ഞിരുന്നു. കേരളവുമായി ബന്ധമില്ലാത്ത ആളാണ് അനിൽ ആന്റണി. ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും എ.കെ. ആന്റണിയുടെ മകനാണ്. എ.കെ. ആന്റണിയുടെ മകൻ എന്ന നിലയിൽ നമുക്കൊരു ബന്ധമായി. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോൾ താനും അനിൽ ആന്റണിയും അടുത്തടുത്താണ് ഇരുന്നത്. തങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷെ അന്നൊന്നും സ്ഥാനാർത്ഥിയാകുമെന്ന് അനിൽ ആന്റണി പറഞ്ഞില്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ടാണല്ലോ പത്തനംതിട്ടയിലേക്ക് വന്നത്. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണല്ലോ പത്തനംതിട്ട കൊടുത്തതും. തെരഞ്ഞെടുപ്പ് വരട്ടെ, ജയിപ്പിക്കാനുള്ള പരമാവധി ശ്രമം നടത്താം എന്നേ തനിക്ക് പറയാനുള്ളൂ എന്നും പി.സി. ജോർജ് കൂട്ടിച്ചേർത്തു. ബി.ജെ.പിയിൽ ചേരുമ്പോൾ എന്തെങ്കിലും ഡിമാൻഡുകൾ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഒരു ഡിമാൻഡും ഇല്ലെന്ന് പറഞ്ഞു. തനിക്ക് സ്ഥാനാർത്ഥിയാകണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ ഓരോ മണ്ഡലത്തിലും ബി.ജെ.പി സ്ഥാനാർത്ഥികളെ കുറിച്ച് ഒരു സർവേ നടത്തിയിരുന്നു. അഭിപ്രായ സർവേയിൽ പത്തനംതിട്ടയിൽ 95% ആളുകളും പറഞ്ഞത് തന്റെ പേരായിരുന്നുവെന്നും പി.സി. ജോർജ് പറഞ്ഞു. അങ്ങനെയാണ് തന്റെ പേര് പുറത്തു വന്നതെന്നും സ്ഥാനത്തിനു വേണ്ടി ആരുടെയും പുറകെ നടക്കില്ലെന്നും പി.സി. ജോർജ് പറഞ്ഞിരുന്നു.